ഹായ് വെൽക്കം ബാക്ക് ടു അഭിസുഷൻ. ഇന്ന് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ 2 ദിവസം മുൻപ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഒരൊറ്റ സെറ്റിംഗ്സ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല പലർക്കും ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും നോക്കുക, നിങ്ങളുടെ വാട്സപ്പിൽ ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ. നിങ്ങളുടെ വാട്സപ്പ് നമുക്ക് ചാറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ കളർഫുൾ ആക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. മുഴുവനായിട്ട് പറയുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും പിന്നെ ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. വാട്സപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. അതിനായി നമ്മൾ ചെയ്യേണ്ടത്, എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്, 1-2 ദിവസങ്ങളൊന്ന് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ഇവിടെ കണ്ട അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ഫോണിൽ കുറെ പ്രൊഫൈലുകൾ കാണുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ ചാറ്റ് ഇന്ന സമയത്ത് കണ്ടില്ല, ബ്ലാക്ക് സ്ക്രീനാണ് നമുക്ക് ബാക്ക് സൈഡിൽ കാണുന്നത്. പക്ഷെ നമുക്ക് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാനൊരു പ്രൊഫൈൽ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അവിടെ കണ്ടില്ലേ, ഇതിന്റെ തീം കണ്ടോ, ബാക്ക് സൈഡിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള തീം ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് സെലക്ട് ചെയ്യാന്നുള്ളത് നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന ഒരു ഓപ്ഷനിൽ നമുക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് നമുക്ക് ഏറ്റവും മുകളിൽ ആ 3 ഡോട്ട്സ് കാണുന്നില്ല, ആ 3 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ചാറ്റ് തീം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ചാറ്റ് തീം അത് നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ടിക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് കുറെ തീമുകൾ കാണിക്കുന്നുണ്ട്. ഇതിൽ ഏത് തീം വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. പിന്നീട് അതിന്റെ താഴെയായിട്ട് വാൾപേപ്പർ സെറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ പറയുന്നുണ്ട്. ഇപ്പൊ വാൾപേപ്പർ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാൾപേപ്പറും സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് തീം ഞാൻ ഏതെങ്കിലും ഒരു തീം ഞാൻ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതിന്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് ഏറ്റവും അവസാനം വരെ കാണാമെങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഇവിടെ നമുക്ക് കളർ തീം നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പാലറ്റുമാര് ഏത് കളർ വേണോ നമുക്ക് അത് കണ്ടില്ലേ, ഇവിടെ കളർ ചേഞ്ച് ആയത് കണ്ടില്ലേ. പിന്നെ ഇവിടെ നമുക്ക് ഇതിൽ പറയുന്നുണ്ട് ഇത് ആകെ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഒരു പ്രൊഫൈലിൽ മാത്രമേ അത് സെറ്റ് ആവുള്ളൂ എന്നുള്ളത്. ഇവിടെ നമുക്ക് അതിന്റെ ബ്രൈറ്റ്നസും കോൺട്രാസ്റ്റ് ഒക്കെ കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. താഴെ ഒരു ബ്രൈറ്റ്നസിന്റെ ഓപ്ഷൻ താഴെയും കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് കളർ ടോണിലാണോ വേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള ആ ഒരു ടിക്ക് മാർക്ക് കാണുന്നില്ലേ, ആ ടിക്ക് മാർക്ക് ഒന്ന് സെലക്ട് ചെയ്താൽ നമുക്ക് ഓക്കെ ആവും. അതേപോലെ തന്നെ നമുക്ക് ഇതിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല തീംസും നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കണ്ടില്ലേ. ഒന്ന് ഇതേപോലെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ തീമുകൾ മാറി വരും. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് വരുന്നത് അത് നിങ്ങൾക്ക് മേലെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സെറ്റ് ആക്കുന്നതായിരിക്കും. ഇവിടെ താഴെ കാണിക്കുന്നുണ്ട് സെറ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സെറ്റ് തീം എന്ന് പറഞ്ഞെങ്കിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അത് സെറ്റ് ആവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ആകെ ആ ഒരു പ്രൊഫൈലിലേക്ക് മാത്രമേ അത് സെറ്റ് ആവുന്നുള്ളൂ. കണ്ടില്ല, ഇവിടെ അത് കളർ തീം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഞാൻ മറ്റൊരു പ്രൊഫൈൽ എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേറൊരു കളർ തീമാണ് വേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടാമത്തെ പ്രൊഫൈൽ എടുത്തിട്ട് അവിടെയും ഇതുപോലെ തന്നെ ചാറ്റ് തീം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് രണ്ടാമതൊരു തീം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അപ്പം അതായത് ഓരോരോ ആളുകൾക്കും ഓരോരോ വ്യക്തികൾക്കും നമുക്ക് ഓരോരോ തീമുകൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇതേപോലെ തന്നെ നമുക്ക് ഏത് കളറാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. ബ്രൈറ്റ്നസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനുശേഷം മുകളിലുള്ള ആ ടിക്ക് മാർക്ക് കൊടുക്കാം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഇവിടെ കാണിച്ചു തരാം. നമ്മുടെ സെറ്റ് തീം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടില്ലേ കളർ മാറിയത് കണ്ടില്ലേ. ഇനി നമുക്ക് ആദ്യത്തെ ഉള്ള കളർ തീം ഇതാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് ഇതാണ് വരുന്നത്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കളർഫുൾ ആയിട്ട് ഓരോ ആളുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഓരോരോ തീംസ് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് മൊത്തത്തിൽ നമുക്ക് തീം മാറ്റണം എന്നുണ്ടെങ്കിൽ ഉള്ളൊരു ഓപ്ഷൻ ആണ്. നമുക്ക് ഏറ്റവും മുകളിൽ ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ആ സെറ്റിംഗ്സിൽ കയറി കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചാറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആ ചാറ്റ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തീം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഏറ്റവും മേലുണ്ട്. അത് നമുക്ക് നമ്മുടെ തീമുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഡാർക്ക് ആക്കാനും ലൈറ്റ് ആക്കാനൊക്കെ സാധിക്കും. പക്ഷെ ഡാർക്ക് ആണ് കുറച്ചുകൂടി കണ്ണിന് നല്ലത്. പിന്നെ അതിനുശേഷം താഴെ ഡിഫോൾട്ട് ചാറ്റ് എന്ന് പറയുന്ന തീം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഓരോരോ പ്രൊഫൈലുള്ള തീമുകൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഞാനൊന്ന് സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടി കൊടുത്തിട്ട് നമുക്ക് ഏറ്റവും മുകളിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ തീം സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ 2 രീതിയിലും നിങ്ങൾക്ക് കളർ തീമുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. അടിപൊളി ഒരു ഓപ്ഷനാണ്. എല്ലാവരും ചെയ്തിട്ട് നിങ്ങളുടെ കമന്റ് അറിയിക്കാൻ മറക്കരുത്.